സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ ആക്രമണം തുടരുന്നു. അമ്മയ്ക്കും മകനും ഗുരുതര പരിക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ കസ്റ്റഡിയിലെടുത്ത് കിളിമാനൂർ പോലീസ്. 15-കാരിയുടെ മരണത്തിൽ പോലീസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് പൂവൽ മസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നാരോപിച്ച് ഉമ്മയ്ക്കും മകനും ക്രൂരമർദ്ദനം. അഹമ്മദ് സിനാൻ, ഉമ്മ സൽമ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 2-അംഗ ലഹരി സംഘമാണ് വീട്ടിലെത്തി ആക്രമിച്ചതെന്ന് സിനാൻ പറഞ്ഞു. പ്രതികൾക്കെതിരെ വിജയനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മസ്തിക്കുണ്ട് സ്വദേശി അഹമ്മദ് സിനാനും ഉമ്മയ്ക്കുമാണ് ലഹരി മാഫിയയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. വീടിന് സമീപത്തെ MDMA കച്ചവടം പോലീസിനെ അറിയിച്ചതാണ് ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീട്ടിലെത്തിയ 2-അംഗ സംഘം വീടടിച്ച് തകർക്കുകയും ഇരുമ്പുവടി കൊണ്ട് അഹമ്മദ് സിനാനെ മർദ്ദിക്കുകയും ചെയ്തു. ഇറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസമാണ് ഈ ഏട്ടനും വന്നിട്ട് ഞായറാഴ്ച ഇന്നലെ അവര് വന്നിട്ട് വീട് കയറി ആക്രമിക്കുന്നത്. ഈ 1.5 വർഷമായിട്ടും ഇവരെ ഈ സപ്ലൈ ചെയ്യാൻ ഇതിനൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിനാനാണ് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സിനാനെ മറിച്ചത്. സിനാനൊന്നല്ല എത്തിച്ചത്, പക്ഷെ ആ പേര് പറഞ്ഞിട്ട് അയാളെ സംശയിച്ചിട്ടാണ് അയാൾ കയറി ആക്രമിച്ചത്. മർദ്ദനത്തിൽ സിനാന്റെ കൈക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉമ്മയുടെ കൈക്കും കാലിനും ആക്രമണത്തിൽ പരിക്കുണ്ട്. കർണാടക സ്വദേശികളായ നയാസ്, ഉമറുൽ ഫറൂഖ് എന്നിവരാണ് ആക്രമിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും സഹോദരങ്ങളാണ്. പ്രതികൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളുടെ ഉമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരി വിൽപ്പനയിൽ ഉമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ജനം, കോഴിക്കോട്. സ്റ്റേറ്റ് ഗാരേജ് വിഭാഗത്തിലെ ബസ്സുകളിൽ ഇനി വാട്സാപ്പ് നമ്പറുകൾ പ്രദർശിപ്പിക്കണം. പ്രത്യേക സ്റ്റിക്കറിൽ വാഹന ഉടമയുടെയും എൻഫോഴ്സ്മെന്റ് RTOയുടെയും നമ്പറും രേഖപ്പെടുത്തണം. ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനം. കർശനമായി നടപ്പിലാക്കാൻ RTOമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി. അലക്ഷ്യവും അപകടകരവുമായ ഡ്രൈവിംഗ് മൂലം സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. സ്റ്റേറ്റ് കാരേജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ബസ്സുകളിലും വാഹന ഉടമയുടെയും എൻഫോഴ്സ്മെന്റ് RTOമാരുടെയും വാട്സാപ്പ് മൊബൈൽ നമ്പറുകൾ രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഇത് RTOമാർ ഉറപ്പുവരുത്തണമെന്നും ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. വാഹനത്തിന്റെ പിൻഭാഗത്തും ഉള്ളിൽ ഡ്രൈവറുടെ സീറ്റിന് പിന്നിലുമാണ് സ്റ്റിക്കറുകൾ പതിക്കേണ്ടത്. സ്റ്റിക്കറിന്റെ അളവുകൾ സംബന്ധിച്ചും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. വാഹന ഉപയോഗത്തിലുള്ള പരാതികൾ ദൃശ്യങ്ങൾ സഹിതം വാഹന ഉടമകളുടെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സ്റ്റിക്കറുകൾ സഹായിക്കുമെന്നാണ് അധികൃതരുടെ വാദം. നേരത്തെ KSRTC ബസ്സുകളിൽ സമാനമായ സ്റ്റിക്കറുകൾ പതിച്ചെങ്കിലും ജീവനക്കാരുടെ നിസ്സഹകരണം മൂലം പരാജയപ്പെട്ടിരുന്നു. പിന്നാലെയാണ് എല്ലാ സ്റ്റേറ്റ് കാരേജ് വാഹനങ്ങളിലും വാട്സാപ്പ് നമ്പറുകൾ സ്റ്റിക്കർ രൂപത്തിൽ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം. ജനം, തിരുവനന്തപുരം. മലപ്പുറം കൊണ്ടോട്ടിയിൽ വൻ MDMA വേട്ട. ലഹരി കേസ് പ്രതിയുടെ വീട്ടിൽ നിന്നും 1.5 കിലോയിലേറെ MDMA പിടികൂടി. മുക്കൂട് സ്വദേശിയായ മുള്ളൻമടക്കൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് 1/2 കോടിയോളം രൂപ വില മതിക്കുന്ന MDMA പിടികൂടിയത്. കാർഗോ വഴി ഒമാനിൽ നിന്നാണ് 1/2 കോടിയോളം രൂപ വില വരുന്ന MDMA എത്തിച്ചത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുക്കൂട് അയനിക്കാടുള്ള ആഷിഖിന്റെ വീട്ടിൽ നിന്ന് 1665 ഗ്രാം MDMA പിടികൂടിയത്. 40 പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ. ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആഷിഖ് വിമാനത്താവളങ്ങൾ വഴി കാർഗോയായാണ് ലഹരി നാട്ടിൽ എത്തിച്ചത്. മട്ടാഞ്ചേരി ലഹരി കേസിൽ പിടിയിലായ 8-അംഗ സംഘത്തിന് ലഹരി എത്തിച്ചു നൽകിയത് ആഷിഖ് ആയിരുന്നെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. വിദേശത്തുള്ള ലഹരിക്കടത്ത് കണ്ണികളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മട്ടാഞ്ചേരി കേസിലെ പ്രതി മിസ്റ്റർ ആഷിഖ്, അയാൾക്ക് വന്നിരിക്കുന്ന ഒരു കൺസൈൻമെന്റ്, ഒരു കാർഗോ കൺസൈൻമെന്റ് കഴിഞ്ഞ ദിവസം അയാളുടെ വീട്ടിൽ ഡെലിവറി ആയിട്ടുണ്ടായി.
ഇതിനെക്കുറിച്ച് നമുക്ക് രഹസ്യ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകി റെയ്ഡ് നടത്തിയതിനകത്ത് കിട്ടിയിരിക്കുന്ന ഡിറ്റക്ഷനാണത്. അതിൽ ഇപ്പോൾ ഇത്രയും ഒരു മേജർ ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ആ കേസിനകത്തും അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഴ്സ് എന്നുള്ള രീതിയിലാണ്. ഈ പറയുന്ന വ്യക്തി ഒമാൻ വർക്ക് എന്നാണ് പറയുന്നത്. വെരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്താണെന്നുള്ളത്. മാർച്ച് 6-ന് മട്ടാഞ്ചേരി പോലീസ് ആഷിഖിനെ മുക്കൂട്ടെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ കരിപ്പൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ആഷിഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ലഹരി കടത്താൻ കൂടുതൽ പേരുടെ സഹായം ഉണ്ടായോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആഷിഖ് മറ്റൊരു ലഹരി കേസിൽ കൊച്ചിയിൽ റിമാൻഡിലാണ്. ജനം, മലപ്പുറം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ 3 സംഘത്തിന്റെ ആക്രമണം. ജീവനക്കാരന്റെ ബൈക്കും ഷോപ്പിന്റെ ചില്ലുകളും സംഘം തകർത്തു. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. നെയ്യാറ്റിങ്ങര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപമുള്ള അപ്പോളോ മെഡിക്കൽ സ്റ്റോറിൽ ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനായ അനസിനെ പുറത്തേക്ക് വരാൻ സംഘം ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങാത്തതിനെ തുടർന്ന് അക്രമികൾ ഷോപ്പിന് മുന്നിലുണ്ടായിരുന്ന ബൈക്ക് അടിച്ചു തകർക്കുകയും കടയുടെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ഓടിയെത്തിയതോടെ അക്രമികൾ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി നെയ്യാറ്റിൻകര പോലീസ് വ്യക്തമാക്കി. CCTV ദൃശ്യത്തിൽ പ്രതികളുടെ മുഖങ്ങൾ വ്യക്തമായിട്ടും പോലീസ് പ്രതികളെ പിടികൂടിയിട്ടില്ല. ജനം, തിരുവനന്തപുരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ കസ്റ്റഡിയിലെടുത്ത് കിളിമാനൂർ പോലീസ്. വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. നേരത്തെ ഉമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. നാളെയോ മറ്റന്നാളോ അഫാനെ ഇരട്ടക്കൊലപാതകം നടത്തിയ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. അഫാന്റെ പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും സാജിദ ബീഗത്തെയും കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കിളിമാനൂർ പോലീസിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയായ ശേഷം വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. അനിയൻ അബ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലും അഫാനെ വരും ദിവസങ്ങളിൽ തെളിവെടുപ്പിനായി എത്തിക്കും. നേരത്തെ പാങ്ങോട് പോലീസ് ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. 5 കൊലപാതകങ്ങളുടെയും തെളിവെടുപ്പിന് ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അതേസമയം കൊലപാതക കാരണത്തിന്റെ നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് 26,195 വാഹനങ്ങൾ. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത വാഹനങ്ങളാണ് സ്റ്റേഷനുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയായി മുഖ്യമന്ത്രിയാണ് കണക്ക് വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു പുതിയ കാഴ്ചയല്ല. വിവിധ കേസുകളുടെ ഭാഗമായി പിടിച്ചെടുത്ത കാറും ബൈക്കും ലോറിയുമൊക്കെ തുരുമ്പെടുത്തും കാട് കയറിയുമൊക്കെ നശിച്ചു പോകുന്നതും പതിവ് തന്നെ. നിലവിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 26,915 വാഹനങ്ങൾ ഇങ്ങനെയുണ്ടെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത്. തൃശൂർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് കൂടുതൽ. റൂറൽ സിറ്റി പോലീസ് ജില്ലകളിലായി ഈ ഗണത്തിലാകെ 4,951 വാഹനങ്ങളാണ് തൃശൂരിലുള്ളത്. 3,189 വാഹനങ്ങളുമായി പാലക്കാട് രണ്ടാമതുണ്ട്. എറണാകുളത്ത് 2,258 മലപ്പുറത്ത് 2,131 വാഹനങ്ങളും വിവിധ സ്റ്റേഷനുകളുണ്ട്. പോലീസ് ജില്ലകളുടെ കണക്കെടുക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിലാണ് ഏറ്റവും കുറവ് വാഹനങ്ങൾ, 234 എണ്ണം മാത്രം. ഇത്തരം വാഹനങ്ങൾ സ്റ്റേഷനിൽ കൂട്ടിയിടുന്നത് ഒഴിവാക്കാനായി കേസുകളുടെ സാഹചര്യവും കോടതി നിർദ്ദേശവും പരിഗണിച്ച് ഉടമസ്ഥർക്ക് വിട്ടു നൽകാറുണ്ടെന്നും ലേലം ചെയ്യാറുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു. ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ MSDC പ്ലാറ്റ്ഫോം മുഖാന്തരം ഓൺലൈൻ ലേലം നടത്തുന്നതായും മുഖ്യമന്ത്രി നിയമസഭാ ചോദ്യത്തിനുള്ള ഉത്തരമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. മലപ്പുറം താനൂരിൽ നിന്നും 2 പെൺകുട്ടികൾ മുംബൈയിലെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്.
പോലീസ് സംഘം മുംബൈയിലെത്തി അന്വേഷിക്കും. മുംബൈയിലെത്തിയ പെൺകുട്ടികൾക്ക് പ്രാദേശിക സഹായം ലഭിച്ചതടക്കം അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് താനൂരിൽ നിന്നും 2 പെൺകുട്ടികൾ നാടുവിട്ടത്. എടവണ്ണ സ്വദേശിയായ അക്ബർ റഹീമിനൊപ്പമായിരുന്നു യാത്ര. പെൺകുട്ടികളെ പിന്നീട് പോലീസ് സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ അക്ബർ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിലെ ദുരൂഹത ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പെൺകുട്ടികൾ എങ്ങനെ മുംബൈയിലെത്തി? അവിടെ എന്തെങ്കിലും പ്രാദേശിക സഹായം ലഭിച്ചോ? യുവാവിന് ഏതെങ്കിലും തരത്തിൽ മുംബൈയിൽ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. SI, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ മുംബൈയിൽ എത്തിയാണ് അന്വേഷിക്കുക. പ്രധാനമായും പെൺകുട്ടികൾ എത്തിയ ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. മുൻപ് ഈ ബ്യൂട്ടി പാർലറിൽ പോലീസിന്റെ പരിശോധനയടക്കം ഉണ്ടായിരുന്നതായി വിവരമുണ്ട്. അനാശാസ്യ പ്രവർത്തനത്തിൽ പരിശോധന നടന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിച്ചത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകാതിരിക്കാൻ അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിന് സമീപത്തായി നിർമ്മിച്ച കുരിശാണ് പൊളിച്ചത്. സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ചു നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനം TV-യാണ് പുറത്തു കൊണ്ടുവന്നത്. പരുന്തുംപാറയിൽ സജിത്ത് ജോസഫ് കയ്യേർ നിർമ്മിച്ച വൻകിട റിസോർട്ടിന് സമീപത്തായി ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കുരിശ് നിർമ്മിച്ചത്. കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോയും നിരോധനാജ്ഞയും ലംഘിച്ച് ഉദ്യോഗസ്ഥ ഒത്താശയോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ജനം TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കളക്ടറുടെ ഇടപെടൽ. കയ്യേറ്റ ഭൂമിയിലെ കുരിശ് പൊളിച്ചു നീക്കാൻ പീരുമേട് LR തഹസിൽദാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൊട്ടു പിന്നാലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചു. ഇരുമ്പ് കമ്പികൾ കൂട്ടിയോജിപ്പിച്ച് നെറ്റ് ചുറ്റി കോൺക്രീറ്റ് നിറച്ചാണ് കുരിശ് നിർമ്മിച്ചത്. റവന്യൂ ഭൂമി കയ്യേറി സജിത്ത് ജോസഫ് 5 കെട്ടിടങ്ങളും ഇവിടെ പണിതിട്ടുണ്ട്. ധ്യാന കേന്ദ്രമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സജിത്ത് വമ്പൻ റിസോർട്ട് പണിതുയർത്തിയത്. ഈ ഭൂമി സംബന്ധിച്ച രേഖകളും റവന്യൂ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ 15-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. സജിത്തിന്റേതുൾപ്പെടെ പരുന്തുംപാറയിലെ അനധികൃത നിർമ്മാണങ്ങൾ കയ്യേറ്റ ഭൂമിയിലെന്ന് കണ്ടെത്തിയാൽ പട്ടയം ഉൾപ്പെടെയുള്ളവ റദ്ദു ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. സർക്കാർ സംവിധാനത്തെയും ജില്ലാ ഭരണകൂടത്തെയും വെല്ലുവിളിച്ച് സജിത്ത് ജോസഫ് കെട്ടിപ്പൊക്കിയ കുരിശാണ് ഈ നിലത്ത് വീണ് കിടക്കുന്നത്. പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങളിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു എന്നുള്ളതിന്റെ സൂചന. ജോസഫ് മാത്യുവിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. തിരുവല്ല MDMA കേസിൽ പോലീസിനെതിരെ പ്രതിയുടെ ഭാര്യ. 10 വയസ്സുകാരനായ മകനെ മറയായി പ്രതി MDMA വിൽപ്പന നടത്തിയിട്ടില്ല എന്നാണ് ഭാര്യയുടെ വാദം. ലഹരി വിൽപ്പനയ്ക്ക് മകനെ മറയാക്കിയെന്നത് പോലീസ് കെട്ടിച്ചമച്ചു എന്നാണ് പ്രതിയുടെ ഭാര്യയുടെ ആരോപണവും. ലഹരിക്കടത്തിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതി നൽകി. കാർഗോ വഴി ഒമാനിൽ നിന്നാണ് 1/2 കോടിയോളം രൂപ വില വരുന്ന MDMA എത്തിച്ചത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇന്ന് പുലർച്ചെയാണ് കരിപ്പൂർ മുക്കൂട് അയനിക്കാടുള്ള ആഷിഖിന്റെ വീട്ടിൽ നിന്ന് 1665 ഗ്രാം MDMA പിടികൂടിയത്. 40 പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഇവ. ഒമാനിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആഷിഖ് വിമാനത്താവളങ്ങൾ വഴി കാർഗോയായാണ് ലഹരി നാട്ടിൽ എത്തിച്ചത്. മട്ടാഞ്ചേരി ലഹരി കേസിൽ പിടിയിലായ 8-അംഗ സംഘത്തിന് ലഹരി എത്തിച്ചു നൽകിയത് ആഷിഖ് ആയിരുന്നെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. വിദേശത്തുള്ള ലഹരിക്കടത്ത് കണ്ണികളെക്കുറിച്ചും കൂടുതൽ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മട്ടാഞ്ചേരി കേസിലെ പ്രതി മിസ്റ്റർ ആഷിഖ്, അയാൾക്ക് വന്നിരിക്കുന്ന ഒരു കൺസൈൻമെന്റ്, ഒരു കാർഗോ കൺസൈൻമെന്റ് കഴിഞ്ഞ ദിവസം അയാളുടെ വീട്ടിൽ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു.
ഇതിനെക്കുറിച്ച് നമുക്ക് രഹസ്യ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകി റെയ്ഡ് നടത്തിയതിനകത്ത് കിട്ടിയിരിക്കുന്ന ചെയ്യേണ്ടതുണ്ട് എന്താണെന്നുള്ളത്. മാർച്ച് 6-ന് മട്ടാഞ്ചേരി പോലീസ് ആഷിഖിനെ മുക്കൂട്ടെ വീട്ടിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ കരിപ്പൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ആഷിഖിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ലഹരി കടത്താൻ കൂടുതൽ പേരുടെ സഹായം ഉണ്ടായോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആഷിഖ് മറ്റൊരു ലഹരി കേസിൽ കൊച്ചിയിൽ റിമാൻഡിലാണ്. ജനം, മലപ്പുറം. തിരുവല്ല MDMA കേസിൽ പോലീസിനെതിരെ പ്രതിയുടെ ഭാര്യ 10 വയസ്സുകാരനായ മകനെ മറയായി പ്രതി MDMA വിൽപ്പന നടത്തിയിട്ടില്ല എന്നാണ് ഭാര്യയുടെ വാദം. മറ്റുവാർത്തയിലേക്ക്. ഇടുക്കി നെടുങ്കണ്ടം കോമ്പിയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി. മധ്യപ്രദേശ് സ്വദേശിനി സരസ്വതിയാണ് കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രാജേഷ് എന്ന മധ്യപ്രദേശ് സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഇരുവരും കൊമ്പയാറിൽ ജോലിക്കെത്തിയത്. കൊമ്പയാറിന് സമീപമുള്ള കൃഷിയിടത്തിലെ വീട്ടിൽ കഴിഞ്ഞ 2 ദിവസമായി ഇവർ താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇരുവരും വീട്ടിൽ വച്ച് മദ്യപിച്ചു. മദ്യപാനത്തിന് ശേഷം രാജേഷ് സരസ്വതിയെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് തോട്ടം ജീവനക്കാർ ഇവരെ ഇവിടെ നിന്നും പോകണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് സ്റ്റേഷനിലും വിവരമറിയിച്ചു. പോലീസ് എത്തി ഇവരെ കൊണ്ടുപോകാൻ തുടങ്ങവേ രാവിലെ ഇരുവരും സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് കൂടെയുണ്ടായിരുന്ന മറ്റ് അതിഥി തൊഴിലാളികൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ സരസ്വതിയെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ ഞായറാഴ്ച ലീവായിരുന്നു. ഞാൻ നെടുങ്കണ്ട പോയി സാധനമൊക്കെ മേടിച്ചൊരു 3:30 ആകുമ്പോൾ വരുമ്പോഴാണ് ഇവിടെ ബഹളം കേട്ടോണ്ടാണ് ഞാൻ വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ഇവളിവിടെ മുറ്റത്ത് കിടക്കുവാണ്. പൂസാണ്. ഇവനവിടെ കുത്തിപ്പിടിച്ചിരിപ്പുണ്ട്. ഈ രാജേഷ് എന്ന് പറയുന്ന ഇവിടെ ഭർത്താവാണെന്ന് പറയുന്നു. കല്യാണം കഴിച്ചതായിട്ടൊന്നും നമുക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് 8 ദിവസമേ ആയുള്ളൂ. നമ്മുടെ ഇവിടെ പണി കുറവായതുകൊണ്ട് വേറെ സ്ഥലത്ത് പണിയാൻ പോകുന്നു. ഇവിടെ നിൽക്കുക. അവരുടെ ഒരു ഗസ്റ്റ് ഇവരുടെ സ്വന്തക്കാരുടെ അടുത്ത് വന്നതാണ് ഇവരെ പണി അന്വേഷിച്ചത്. ഇവിടെ പണി കുറവായതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വേറെ പണിയാൻ പോകുമായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ 3:30 ആകുമ്പോൾ വരുമ്പോഴാണ് ബഹളം കേട്ടുകൊണ്ട് വരുമ്പം 2 പേർക്കും പൂസാണ്. ഇവിടെ നിലത്ത് കിടപ്പുണ്ട് മുറ്റത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഇവനോട് പറഞ്ഞു നീ എടുത്ത് അകത്ത് കിടത്താൻ പറഞ്ഞു. അകത്ത് ഞാൻ പോകുമ്പോൾ അവൻ കിടത്തിയില്ല. അവൻ കിടത്തിക്കോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയി ശാലം കഴിഞ്ഞു. പോലീസ് നെടുങ്കണ്ടം സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഇവിടെ വന്നു. അവർ വേറെ അന്വേഷണമായത് വന്ന കൂട്ടത്തിലാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പം ഞാനിവിടെ പിന്നെയും ഞാൻ വരുമ്പോൾ ഇവിടെ അകത്ത് കയറ്റി കിടത്തിയിട്ടുണ്ട്. പോലീസുകാർ വരുമ്പോൾ അന്നേരം ഇവർക്ക് ജീവനൊക്കെ ഉണ്ട്. ഇവർക്ക് പൂസിൻ്റെ ആയിരിക്കും നമ്മൾ ഓർത്തത്. പിന്നെ അടിയുടെ ചതവൊക്കെ നമുക്ക് കാണാമായിരുന്നു കയ്യിലും കാലിലും ഒക്കെ. എന്നാലും ഇങ്ങനൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. പോലീസുകാർ ഇവനെ കൊണ്ടുപോക്കണം. അപ്പം ഞാൻ പറഞ്ഞു പോലീസുകാർ അങ്ങനെ ഉണ്ടായി ഇവിടെ എന്നെ എടുക്കും. പൂസ് കഴിയുമ്പം ഇവിടെ പറഞ്ഞു വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം പോയി വീട്ടിൽ പോയി കിടന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6:30 ആയപ്പം ബാക്കിയുള്ള ഹിന്ദിക്കാർ പണിക്കാർ വന്ന് ഇവിടെ നോക്കുമ്പോഴാണ് ഇവള് അനക്കമില്ലാതെ കിടക്കുന്നു. അന്നേരം എന്നെ വിളിച്ചു. ഞാനിവിടെ വന്ന് നോക്കുമ്പം അവൾ മരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രതിയായ രാജേഷിനും സരസ്വതിക്കും മധ്യപ്രദേശിൽ വേറെ കുടുംബങ്ങൾ ഉള്ളതാണ്. ബന്ധുക്കൾ എന്ന നിലയിലാണ് ഇരുവരും ഇടുക്കിയിലെത്തിയത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജനം, ഇടുക്കി. ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൈക്കുഞ്ഞിന്റെ സ്വർണ്ണക്കുലസ് മോഷ്ടിച്ചയാളെ പോലീസ് പിടികൂടി. ഇന്ന് ഉച്ചയ്ക്ക് കൊല്ലത്ത് നിന്നാണ് സുരേഷ് എന്ന വ്യക്തിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടക്കുന്നതിനിടെ ക്യൂവിൽ നിൽക്കവെ കുഞ്ഞിന്റെ സ്വർണ്ണക്കൊലുസ് പ്രതി സുരേഷ് കുമാർ മോഷ്ടിച്ചത്. CCTV ക്യാമറയിൽ പ്രതി മോഷ്ടിക്കുന്ന ദൃശ്യം പതിഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കൊല്ലത്ത് നിന്ന് പിടികൂടിയത്. പ്രതി മുൻപും സമാന രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് കവർച്ച നടത്തിയതായി പോലീസ് പറയുന്നു. ഉത്സവ സമയത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്തജനങ്ങളോട് ശ്രദ്ധയോടുകൂടി ദർശനം നടത്തി മടങ്ങണമെന്നാണ് പോലീസും അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം.
കണ്ണൂർ ചക്കരക്കല്ലിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വീണ്ടും നിക്ഷേപകരുടെ പ്രതിഷേധം. കണ്ണൂർ DCC ഇടപെട്ട് പണം ഇന്ന് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇത് പാലിക്കാതിരുന്നതോടെയാണ് പ്രതിഷേധവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ KC മുഹമ്മദ് ഫൈസൽ, സെക്രട്ടറി ഷാജി എന്നിവരെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്കരക്കല്ലിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ പലതവണ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു. ഒടുവിൽ പണം ഇന്ന് നൽകുമെന്നായിരുന്നു ഉറപ്പ് നൽകിയത്. എന്നാൽ അതും പാലിക്കപ്പെട്ടില്ല. ഇതോടെ നിക്ഷേപകർ കോൺഗ്രസ് നേതാവും സൊസൈറ്റി പ്രസിഡന്റുമായ മുഹമ്മദ് ഫൈസലിനെയും സൊസൈറ്റി സെക്രട്ടറി ഷാജിയെയും തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു. ഡെപ്പോസിറ്റേഴ്സിന്റെ 40 മുതൽ 50% വരെ തുക തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം മാർച്ച് 10-നും ബാക്കിയുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് മാർച്ച് 10 ഡേറ്റ് വന്നിട്ട് നമ്മൾ ഇന്ന് വന്ന സമയത്ത് 40% പോയിട്ട് ഒരു 5 ലക്ഷം രൂപ വരെ ഇവരെടുത്തില്ല. അപ്പോൾ MK മോഹനും ഇവിടെ വന്നിട്ടില്ല. ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിച്ച സമയത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ഫെബ്രുവരി 20-ന് ശേഷമുള്ള ഒരു നടപടിയിലും എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ ഈ പൈസ ഇന്ന് നമ്മൾ അന്വേഷിച്ച പ്രകാരം സെക്രട്ടറിയോട് ചോദിച്ച സമയത്ത് സെക്രട്ടറി പറഞ്ഞത് 5 കോടി രൂപ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ പണം നിക്ഷേപിച്ചവരിൽ രോഗികളും ഓപ്പറേഷൻ കാത്തു കഴിയുന്നവരുമുണ്ട്. ഇന്ന് പണം കിട്ടുമെന്ന അവരുടെ പ്രതീക്ഷയും വെറുതെയായി. ജനുവരി 25-ന് തരാന്ന്, ഈ കൊല്ലം ജനുവരി 25-നും തന്നിട്ടില്ല. പിന്നെ പറഞ്ഞത് ഈ മാസം 10-ാം തീയതി. അന്നേരവും അങ്ങനെ രാവിലെ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇവർ എപ്പാന്ന് അതിൻ്റെ ഒരു ഉത്തരവ് ഒരു വസ്തുവില്ല. ഇവർക്കൊരു തമാശ പോലെ. ബാക്കിയുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പൈസ സ്വരൂപിച്ചിട്ട് ഇവിടെ വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വേണ്ടിയിട്ടല്ലേ. ആ സമയം ചോദിച്ചിട്ട് തന്നിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പൈസ? അതേസമയം തട്ടിപ്പുകൾ നടത്തിയത് സൊസൈറ്റി സെക്രട്ടറിയാണ് എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. സെക്രട്ടറിയാണ് ഇതിനകത്ത് മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ട് വന്നില്ല. ഭരണസമിതിക്ക് യാതൊരുവിധ ഇതും ഇതിനകത്ത് ഈ മാൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് എന്നാൽ നൽകിയ ലോണുകൾ തിരിച്ചടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സെക്രട്ടറിയുടെ ന്യായീകരണം. നമ്മളിപ്പം കുറേ ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോൺ തിരിച്ചടവിൻ്റെ പ്രശ്നമാണ് ഇത്. ആ ലോൺ തിരിച്ചടവ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. സൊസൈറ്റിയിലെ ഓഡിറ്റിംഗ് ഇപ്പോഴും തുടരുകയാണ്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത. ജനം, കണ്ണൂർ. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. നമസ്തേ.